നമസ്കാരം. വളാഞ്ചേരി വട്ടപ്പാറ വടക്കേക്കുളമ്പിലെ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് D4 ന്യൂസ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ ഹൈവേയിൽ പണി നടക്കുന്നിടത്തു നിന്നും ചളിയും മണ്ണും കല്ലും എല്ലാം കുത്തിയൊലിച്ച് താഴേക്കുള്ള വീടുകളിലേക്കാണ് ചെന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇപ്പോൾ വളരെ ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും മഴ ശക്തമായി പെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പണി നടക്കുന്നതും മണ്ണും ചളിയും എല്ലാം കുത്തിയൊലിച്ച് അവിടെ ചെല്ലുന്നതെല്ലാം അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് നാട്ടുകാരോട് തന്നെ നേരിട്ട് ചോദിക്കാം. രാവിലെ മഴ പെയ്തപ്പോ വെള്ളം വന്നപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായത്? ബുദ്ധിമുട്ടുണ്ടാച്ച മേലിന് ഒന്നാകണ്ട് ഒളിച്ചു വന്നിട്ട് കുട്ടി ഒളിച്ചൊരു മണ്ണും ഒക്കെ വന്ന് പെരടെ ഉള്ളിക്ക് കേറിയെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ കുട്ടികളിപ്പം പണിക്ക് പോയതേന് അവിടുന്ന് വിളിച്ചുണ്ടാക്കി കൊടുന്നിട്ട് ഇപ്പൊ മണ്ണ് കൊറേ മാന്തി എടുത്തിട്ടാണ് ഇതാക്കിയത്. അതിനേക്കാളും ഭയം അവിടെ ഒക്കെ ഉണ്ട്. തറവാടാണ് അത്. തറവാട്ടിൽ മിറ്റും ഒന്നും കാണാൻ വയ്യ. കൊലായ്മക്ക് വെള്ളം കേറിക്കണം. അവിടെയൊക്കെ മണ്ണ് കല്ലിങ്ങനെ വെച്ചുകൊടുത്തിരിക്കുകയാണ് ഇപ്പൊ. അല്ലാതെ നമ്മക്ക് ഒളിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാര് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പോണത് അറിയില്ല. അങ്ങനെ അയക്കണ്. വെള്ളം കൊണ്ട് വീണ് മറിഞ്ഞിട്ട് വെള്ളം വന്നിക്കണത്. അത്രക്ക് വെള്ളം വന്നിക്കണ്. ഇവിടെ നിക്കാൻ വയ്ക്കണ്ട. ഇതൊക്കെ ഇപ്പൊ കണ്ണ് കൊറേ മാന്തിയ ഞങ്ങൾ ഇപ്പോഴും മാന്താൻ കിടക്കുകയാണ്. എനിക്ക് എന്നിട്ട് ഇറങ്ങാൻ വെച്ചിട്ടില്ല. ഇനിയും വരും ഇതേപോലെ തന്നെ. ആ ഭാഗം ഫുള്ളും എന്നാ കോറിക്ക് വെള്ളം വന്നിക്കാണെങ്കിൽ കുഴപ്പമില്ല. കോറിക്കല്ല വന്നിക്കണ്. സേനവാസ കെട്ടിന്റെ അവിടേനോട് ചാടിയിട്ടാണ് വന്നിക്കണ്. അത്രക്ക് വെള്ളം പൊക്കാണ് ഇവിടെ വന്നേ. പേടിയാണ് ഞങ്ങൾക്ക്. ഇതിപ്പോ ഞങ്ങള് നേരമൊക്കെ നീച്ച് നമ്മളൊരു അടുക്കള പണി നിൽക്കുന്നിടയിൽ ഞാനോട് അത്തക്ക് കേറി. അതുവരെ വന്നില്ല. പെട്ടെന്നാണ് ആ വരവാട് വന്നത്. അതൊരു മഴ ഞാൻ പെയ്തത് നമുക്ക് അത്ര ഉണ്ടായിട്ടില്ല. പിന്നെ നോക്കുമ്പോ പെരും മഴയാണ് വരുന്നത്. എന്ത് മഴയാണ്. ഇങ്ങനെ ആണെങ്കിൽ മനുഷ്യന്മാർ ഉറക്കത്തില് പേടിയാണ് ഞങ്ങൾക്ക്. ഇപ്പൊ പേടിയാവുകയാണ്. മറ്റേ പേടി അറിഞ്ഞിട്ടില്ല ഞങ്ങള്. ഇപ്പൊ ഭയങ്കര പേടി ഞങ്ങക്ക്. എന്താ സംഭവിക്കുക അറിയാം. നമ്മള് കേട്ടിട്ടുള്ളു പല സ്ഥലത്തുനിന്നും. ഇതിപ്പോ അനുഭവം നമ്മള് ഇങ്ങനെ മുന്നിലെത്തിയൊക്കെ പേടിയായി. ഇപ്പൊ ഉറക്കത്തിലും നമ്മൾ നീച്ച് ഏത് വാദം മഴ പെയ്യാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പെയ്തിട്ടുള്ളൂ. ഞാൻ അധികം കൂടെ പെയ്യുമ്പോ നമ്മക്ക് പേടിയാവും. ഇപ്പൊ അതാണ്ടത്. ഇപ്പൊ ഹൈവേല് വരുന്ന വെള്ളം നോക്കി എന്റെ പെരേന്ന് പെര മൊത്തം കലക്ക് വെള്ളം. ഫുള്ള് വെള്ളം കണ്ടില്ലേ. ആ പാത്തിന്റെ മേലൊക്കെ കണ്ണൻ ചാടി വരുന്നൊക്കെ വെള്ളം. പകല് പെയ്ത മഴക്കാണ് ഇപ്പൊ ഇങ്ങനെ വന്നിക്കണ ഞങ്ങക്ക്. അതുവരെയും രാത്രി ഒന്നും കുഴപ്പമുണ്ടായില്ല. രാത്രി നമുക്ക് മഴ പെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ വല്ലാതൊരു കടുപ്പം കൂടിയിട്ടില്ല. രാവിലെയാണ് ഈ കടുപ്പം കൂടിയത് ഇപ്പൊ ഞങ്ങക്ക് വന്നത്. എത്ര പേരാണ് ഇപ്പൊ വീട്ടിലുള്ളത്? ഇപ്പൊ ഞങ്ങൾ 4 ആളുള്ളൂ ഞങ്ങളെ വീട്ടിലിപ്പോ. ഇനി രാത്രി ഇനിയും ശക്തമായിട്ട് മഴ പെയ്യും. അപ്പൊ നമുക്ക് ഉറങ്ങുമ്പോ ഒക്കെ ഭയമായിരിക്കും. അപ്പൊ അധികൃതരോട് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിട്ട്? പറയാണ്ട് തന്നെ അവിടെ നമുക്ക് കെട്ടിത്തരിക പെട്ടെന്ന്. റോഡ് വന്നാലും കുഴപ്പമില്ല നമുക്ക്. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഇത്തിരി ജീവിക്കണം. അവിടുന്നൊക്കെ വെള്ളം വരികയാണ്. ആ മണ്ണും ചളിയും വന്നാ നമ്മള് പോയില്ലേ. അപ്പൊ നമ്മളിപ്പോ വയനാട്ടിലൊക്കെ കണ്ടതല്ലേ ഒക്കെ. അതേപോലെ ഇപ്പൊ നമ്മൾ അത് കാണുമ്പോ നമുക്ക് ഇവിടെയും കാണുമ്പോ ഇപ്പൊ പേടിയായി. ഇപ്പൊ ഭയങ്കര പേടിയാണ്. ഇപ്പൊ റെഡി ആയിക്കിട്ട് അവിടെ റെഡി ആയാ നമുക്ക് പിന്നെ കുഴപ്പമില്ല. പിന്നെ സാധാരണ മഴ പെയ്യുന്ന വെള്ളമല്ലേ പോവുള്ളൂ. അതുണ്ട്. പെരടെ ചേറാണ് ചെങ്ങായി. നടക്കാനും കൂടിയും പറ്റും. ആകെ ചേറ. എംസാൻ്റെ പോലെയുള്ള സാധനം മണത്തിട്ട് വെള്ളം വരുന്ന വരവ്. വീട്ടിലൊക്കെ വെള്ളം വരുന്നില്ല. വെള്ളത്തിനറിയും
രാത്രിയൊക്കെ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് രാത്രി ഉറങ്ങുമ്പോ നമുക്കൊരു ഉള്ളില് പേടി കാര്യങ്ങളൊക്കെ? രാത്രി മഴ പെയ്തപ്പോൾ പേടിച്ചിട്ടാണ് കിടന്നത്. ഇത് വെള്ളം കൊണ്ട് കേരും വെച്ചിട്ട് പേടിയാ, ഇടിഞ്ഞു പോകൂലേ. അപ്പോൾ പേടിച്ചിട്ട് നേരം വെളുപ്പിച്ചാൽ നേരം വെളുത്തപ്പോഴത്തെ മയക്കായില്ല അറിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് മഴ അങ്ങനെ ഒരു ഇത് സാഹചര്യം ഉണ്ടല്ലോ വെച്ചിട്ട് പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. ഇപ്പം പേടിച്ചിട്ടാണ് ജീവിതം. എന്താച്ചാൽ ഇങ്ങനെ ഒരു കുണ്ടിൽ പെട്ടിയില്ലേ, ഇനിയിപ്പോൾ ഒന്നും നിർത്തിയില്ല. എന്നാൽ അതും കൂടി വരാണ്ട് എടുക്കുകയാണെങ്കിൽ സുഖമായി. ഞാൻ എവിടെയെങ്കിലും ഒരു കൂരാക്കാൻ പേടിച്ചാതെ കിടക്കാൻ. ഇങ്ങോട്ടേക്കല്ല വന്നത്. അപ്പൊ എങ്ങനെ ഇവിടെ നിക്കാൻ പേടിയുണ്ട് ഇപ്പൊ? എന്താ അവസ്ഥ? കാര്യം പറയണ്ട, പേടിയെ നമ്മള് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വെള്ളത്തിനൊക്കെ വെള്ളം കാണണ്ടീന്ന്. കൊറേ വെള്ളം ഉണ്ടായിരുന്നു. ഓ, ഒരു പുഴയല്ലേ, ഫുൾ കുത്തിയൊലിച്ച് കുത്തിയൊലിച്ചിട്ട് വരല്ലേ, അങ്ങോട്ട് വരികയല്ലോ തടസ്സമില്ലാതെ. ആകെ മഴ കൊണ്ട് വരുന്നു. ചെറിയ മഴയിൽ തന്നെ അവിടൊക്കെ ഈ വട്ടപ്പാറ മുകളിലെല്ലാം പെയ്ത മഴ ഒന്നാകെ ഇങ്ങോട്ടാ വരുന്നത്. അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. അവര് അവരുടെ പണി എടുത്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അവർക്ക് വെള്ളം പൊടുക്ക് താഴോട്ട് പോകണമെന്നൊന്നും ഒരു വിഷയമല്ലല്ലോ. ഇനിയിപ്പോ മഴ ഇപ്പൊ ഇനി എന്തായാലും ശക്തമായിട്ട് പെയ്തോണ്ടിരിക്കും, കാരണം മഴക്കാലമായല്ലോ. അപ്പൊ എന്താണ് അധികൃതരോടൊക്കെ പറയാനുള്ളത്? അധികൃതരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇതിനൊരു തീരുമാനം, ഒരു ശമനത്തിന് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു തരാം എത്രയും പെട്ടെന്ന്. അതാണല്ലോ മഴയുള്ള വരണത്, എത്രയും പെട്ടെന്ന് വേണം. അത് വൈകാൻ പാടില്ല. മഴ പെയ്തുകൊണ്ടിരിക്കാണ്. ഇനി പെയ്തുകൊണ്ടിരിക്കുമ്പോ കാർ കാണ്ടിയില്ലേ പെയ്തുകൊണ്ടിരിക്കാം. വീട്ടിൽ എത്ര പേരാണ് താമസിക്കുന്നത്? ഇവിടെ 10 ആൾക്കാരുണ്ട്, കുട്ടികളൊക്കെ കൂടി. ഈ കുഞ്ഞു കുട്ടികളെ എവിടുക്ക് പോയി ഒന്നാകെ എവിടുക്ക് പോയാൽ ഇട്ടത് കണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ രാവിലെ വെള്ളം കൊടുക്കുന്നു കെട്ടിയതത് ഇവിടെ നിന്നാണ്ട് കേൾക്കണ്ട. ഈ കുട്ടികളൊക്കെ എല്ലാം നടക്കുന്നത് ആ ജാതി മണ്ണേ. നിങ്ങൾ അവിടെ കണ്ടില്ല, അതേപോലെ മണ്ണ്. എന്നിട്ട് ചൂലുകൊണ്ട് അടിച്ച് വെള്ളം പാർന്നിട്ട് ഞങ്ങൾ ഒന്നാണ്ട് ഇറങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനല്ല, അതുപോലെ ഇവിടെ ഇറങ്ങാൻ പറ്റണം. ഒരു നിർത്തില്ല. ഇതിനൊക്കെ ഒന്ന് പോകണമെങ്കിൽ പുറത്തേക്ക് ഒന്ന് പോകണമെങ്കിൽ കക്കൂത്ത ഉള്ളിലൊക്കെ ആൾക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? കോറി നിറഞ്ഞ് നിൽക്കണമെങ്കിൽ വെള്ളം വന്നിട്ട് ഫുള്ള് കോറി നിറഞ്ഞ് നിൽക്കും. ഈ കൂടെയൊക്കെ വെള്ളം വരുന്നെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. വേറെ എവിടെയോ മതിൽ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ബാവക്കാൻ്റെ പറമ്പിലൂടെ ചാടണം. ഇതുവരെ ഈ മേലെ ഇവിടെ വന്ന് മറിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴത്തെ വരവ് ബാവക്കാൻ്റെ കണ്ടത്തു കൂടെ എവിടെയോ മതിൽ പൊളിഞ്ഞിരിക്കണ വരേക്ക് പോണ വള്ളത്തിൽ കരുത്താണ്. ഇപ്പൊ ഹൈവേയില് പണി നടക്കുന്നോണ്ട് മഴ പെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയണ കേട്ടു. അപ്പൊ എന്താണ് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്? ശരിക്കും ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. അവിടെ മേലെ പണി നടക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള വെള്ളം മുഴുവനും അങ്ങനെ മേലെ അതിലേ വന്നിട്ട് ഈ പറമ്പിലൂടെ ഒന്നിച്ചിങ്ങോട്ട് ഒഴുകുകയാണ്. ഒഴുകിയത് അതിലൂടെ വന്ന് ഇങ്ങനെ പോവും. അത് ശരിക്കും മഴ പെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു പുഴ പോലെയാണ് ഇവിടെ. രണ്ട് കരയും മുട്ടി ഒഴുകുന്ന ചളിവെള്ളമുള്ള പുഴ. ഇവിടെ തൊട്ടിട്ട് അവിടെ വരെ നമ്മുടെ മതിലൊക്കെ അവിടെ വരെ അങ്ങോട്ട് വെള്ളപ്രളയമാണ്. ഇപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ മതിലിന്റെ ഉള്ളിലൂടെയൊക്കെ കവിഞ്ഞ് നമ്മുടെ മുറ്റത്ത് കൂടെ ഈ വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടുത്തെ ചളി വെള്ളമാണ് നിറച്ച്. ശരിക്കും ഞങ്ങളൊക്കെ ഭീതിയിലാണ്. കാരണം നമ്മുടെ നേരെ മേലെയായിരുന്ന കുന്ന് ഇടിച്ചിട്ടാണല്ലോ ഇപ്പൊ ഈ റോഡ് പോയിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ്, ആ വെള്ളം ശരിക്കും ശേഖരിച്ച് വെച്ചിരുന്ന ഒരു കുന്നാണല്ലോ, അതില്ലാതെയായി. അതിന് താഴത്ത് താമസിക്കുന്ന വീടുകളാണ് ഞങ്ങളുടെ ഈ എല്ലാ വീടുകളുടെ മേലുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അധികൃതരോട് പറയാനുള്ളത് അവിടെ നിന്നുള്ള വെള്ളം ശരിക്കും ഒരു അതിനുള്ള ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിട്ട് അതിലൂടെ പോകാനുള്ള ഒരു മാർഗം സ്വീകരിക്കണം. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന വീടുകൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പം അതിനുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. അതന്നെ പറയാനുള്ളത്. രാവിലെ വെള്ളം വന്നപ്പോ ഇങ്ങോട്ടേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നുണ്ടായിരുന്നു.
ഇപ്പോൾ മഴ പെയ്താൽ ഇപ്പോൾ അവിടുന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് പൊളിഞ്ഞ് വെള്ളം ഒന്നിച്ചിങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മുറ്റത്തേക്കൊക്കെ വെള്ളം വരികയാണ്. ചളി വെള്ളം വരുന്നുണ്ട്. വല്ലാത്തൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ അത്. ഈ റോഡ് പണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ വന്നിട്ടുള്ളത്. മുന്നേ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. നമ്മളെ തറവാട് വീടാണ് കാണുന്നത്. ആ വീടിന്റെ സീറ്റിട്ട വീടതാ, അവിടെ ഇതേമാതിരി ഇഷ്യൂ ഉണ്ട്. വെള്ളം ഒന്നിച്ച് അവിടെ വേറെ ഫാക്ടറി മേലെ ഉണ്ടായിരുന്നു, ഈ ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടെ നിന്നെല്ലാം വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഡിസ്റ്റർബൻസ്. മഴ പെയ്തപ്പോ ചളി വെള്ളമുണ്ട്, സിമെന്റ് കലങ്ങിയ വെള്ളമായിരുന്നു വന്നിരുന്നത്. 2 വർഷമായി പോയി, 2 വർഷത്തിന് മേലെ പോയി. വർക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ ഉണ്ട് കൂടുതലായി വന്നിട്ടുള്ളത്. ഇപ്പോ ശക്തമായ മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് വെള്ളം ചെന്നിട്ട് നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് വാർഡിലെ കൗൺസിലർ എന്ന നിലയ്ക്ക് സാറിന് പറയാനുള്ളത്? നമ്മൾ നേരത്തെ ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചതാണ് ഈ പ്രശ്നം. ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നാഷണൽ ഹൈവേയിൽ അവർ വളരെ കൃത്യമായി ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈനേജിലൂടെ വരുന്ന വെള്ളം ഇവർ കൃത്യമായിട്ട് ഒരു തോട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസിലേക്കോ ഒഴിവാക്കാനുള്ള സാഹചര്യം ഇവർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ കഞ്ഞിപ്പുര മുതൽ പ്രദേശം മുതൽ വട്ടപ്പാറ വരെ പെയ്യുന്ന മുഴുവൻ വെള്ളവും നമ്മൾ ഈ ഡ്രൈനേജിലൂടെ വന്നിട്ട് ഇങ്ങോട്ട് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്നലെ ഒരു ഒരൊറ്റ ശക്തമായ മഴക്കാണ് ഇവിടുന്ന് വെള്ളം മുഴുവൻ ഇറങ്ങി വന്ന് എന്താ ഇത് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ താഴത്ത് വടക്കേക്കുളമ്പ് ഭാഗമാണ് എൻ്റെ വാർഡിൻ്റെ വടക്കേക്കുളമ്പ് ഒരു താഴ്ന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും ഇവിടുത്തെ വെള്ളം, ചളി, അതുപോലെ തന്നെ ദുർഗന്ധം, അതുമാത്രമല്ല ഇപ്പോൾ ഈ എംസാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ വീടുകളിൻ്റെ മുറ്റങ്ങളിലേക്കൊക്കെ വരുന്നത്. മാത്രമല്ല ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്കറിയാം ഒരു പിന്നെ സാധാ ഓടിട്ട വീടാണ്. ആ വീട് വളരെ പ്രയാസമുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. എപ്പോഴും നിലം പൊത്തുന്നവ, രാത്രിയൊക്കെ അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ പ്രയാസം സൃഷ്ടിക്കും. അങ്ങനെ ആ വടക്കേക്കുളമ്പ് പ്രദേശത്തേക്ക് മുഴുവൻ, ഇപ്പം നിങ്ങൾ രാവിലെ ഷൂട്ട് ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും, ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശങ്ങളിൽ റോഡിലൊക്കെ ചളിയും മണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രശ്നമുള്ളത്. ഇപ്പം നേരത്തെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് MLA ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ഡ്രെയിനേജിൻ്റെ സിസ്റ്റം അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, കാരണം ഇത് മഴ വരുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ മഴയാണ്, പക്ഷേ ഇത് നമുക്കൊരു സൂചനയാണ്. ഇപ്പം ഇന്നലെ കൂരിയാടൊക്കെ സംഭവിച്ചതുപോലെ നമുക്കൊരു സൂചനയാണ്. ഈ പ്രദേശത്ത് ഇത് മാത്രമല്ല 32 നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇവർ ഡ്രെയിനേജിലെ വെള്ളം മുഴുവൻ ഒരു ഗുഹയിലൂടെ നമ്മളെ 32-ാം ഡിവിഷനിലേക്ക് പോവാണ്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഒരു 450 മീറ്റർ പോയാൽ അവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയാൽ അവിടെ ഒരു തോട്ടിലേക്ക് എത്തും. അതുവരെ ചെയ്തില്ല. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ സ്ഥലം അവിടെ ഒഴിവാക്കിയ അതോടുകൂടി അവിടുത്തെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെ വീട്ടിലേക്കും മതിൽ പൊളിഞ്ഞു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം വലിയ തോതിലാണ് വെള്ളം വരുന്നത്. പക്ഷെ പോകാനുള്ളത് ചെറിയൊരു കൈത്തോടാണ്. അത് കൃത്യമായിട്ട് ആക്കിയാൽ തന്നെ അവിടുത്തെ പ്രദേശത്തെ പ്രശ്നവും തീരും. അതുപോലെ തന്നെ വട്ടപ്പാറ താഴെ ഭാഗത്ത് വീടുകളിലെ വെള്ളങ്ങളൊന്ന് പോയി നോക്കി, എല്ലാ കിണറുകളും ചളി വെള്ളമായിട്ട് നിറഞ്ഞു. ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വാർഡിൽ ഒരു സാനിറ്റൈസേഷൻ നമ്മളെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതിൽ ശക്തമായി ആളുകൾ ഇത് ഈ വിഷയം ഉന്നയിക്കും. 1, 2, 3 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്തിട്ടില്ല എന്നെങ്കിൽ അടിയന്തരമായിട്ട് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനും വാർഡ് കൗൺസിലർ എന്നുള്ള നിലക്ക് ഇതിന് തയ്യാറാവും. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ ഈ നാട്ടിലെ 10ഓളം വീടുകളാണ് ഭീതിയിൽ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലാണ് ഹൈവേയുടെ പണി നടക്കുന്നത്. അവിടുന്ന് വെള്ളവും ചളിയും മണ്ണെല്ലാം ശക്തമായിട്ട് അത്രയും ഫോഴ്സിലാണ് വന്ന് റോഡിലേക്കും വീടുകളിലൊക്കെ വന്ന് അടിക്കുന്നത്. പിന്നെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഒരു വീട്ടിൽ തന്നെ 10ഓളം അംഗങ്ങളാണുള്ളത്. അവരെല്ലാവരും വളരെ ഭയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ അധികൃതർ പെട്ടെന്ന് തീരുമാനം എടുക്കാനൊരു അവസ്ഥ ഉണ്ടാക്കണം. ക്യാമറാമാൻ റിയാസിനോടൊപ്പം D4 ന്യൂസിന് വേണ്ടി നിഖില.